ഒരു പെൺകുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവൾ PhD കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഉമ്മയപ്പയും കൂടെ പിടിച്ച് വലിച്ച് കൊണ്ടുവരിക കല്യാണത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ച് ഏകദേശം 4-4.5 മണിക്കൂറിനൊടുവിൽ ഓള് പറഞ്ഞു, ആയിക്കോട്ടെ ഡോക്ടറെ, 4 പെണ്ണ് കാണാൻ വന്നോട്ടെ. അങ്ങനെ സമ്മതിച്ച് ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി ഉമ്മയപ്പൊക്കെ ക്ലിനിക്കിലേക്ക് തന്നെ വന്ന് സന്തോഷം പങ്കുവെക്കുക. ഭയങ്കര ആനന്ദമായി, സന്തോഷമായി. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പോയതിനു ശേഷം ഉമ്മ വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആയിക്കോട്ടെ നിങ്ങൾ ഇരിക്കുന്ന ഉമ്മാനെ ഇരിക്കുന്നതിന്റെ മുൻപേ, ആ ഇരുത്തമെന്ന് പറയുന്ന പ്രോസസ്സ് മുഴുവനാക്കുന്നതിന്റെ മുൻപേ അമ്മ പറയാ, പൊന്നാറിന്റെ ഡോക്ടറെ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ സഹിക്കാൻ തുടങ്ങിയതാണ്. എന്തേപ്പം ഉണ്ടായി? 4 മണിക്കൂർ എൻ്റെ 4 മണിക്കൂറത്തെ ഊർജം വേസ്റ്റായി അല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങളെ മെല്ലെ പറഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ 4 മണിക്കൂറുകളോളം നിങ്ങളെ മകൾക്ക് മധുര മനോഹരമായ ഇസ്ലാം മതത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ച ആ മാതൃക പറഞ്ഞുകൊടുത്ത്, ജീവിതം നൽകുന്ന മാതൃകകൾ പറഞ്ഞുകൊടുത്ത്, അനുഭവങ്ങൾ പറഞ്ഞുകൊടുത്ത് വിവാഹത്തിലേക്ക് എത്തിച്ച ആ കുട്ടി ഇത് കേൾക്കും. പക്ഷേ ഓളത് ഇന്ന് കേൾക്കല്ല. എന്തേ ഓള് 30 കൊല്ലം വേണ്ടെന്ന് നടന്നത്? എന്തേ? അടുക്കളയിൽ നിന്നുകൊണ്ട് ഗദ്ഗതം പറയുന്ന മക്കൾ ഉമ്മയെയാണ് കാണുന്നത്. ഉമ്മാന്റെ ജീവിതവും ഇങ്ങനെയായി, ഉമ്മാന്റെ ജീവിതവും ഇങ്ങനെയായി. പണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഉമ്മാര് പറയണത് ഉമ്മാന്റെ ജീവിതവും ഇങ്ങനെയായി. പക്ഷെ നമ്മളെ മുമ്പിൽ ഓപ്ഷൻ എന്തേ ഉള്ളൂ? തട്ടിമുട്ടിയിരുന്നാലും കെട്ടിയേ പറ്റൂ. ഇന്ന് അങ്ങനെയല്ല. തട്ടിമുട്ടിയിരുന്നാൽ എന്തിനു തട്ടണം, മുട്ടാൻ എന്തിനാണ് ഒരു കലം കൂടെ വരുന്നത് എന്ന് ചിന്തിക്കാവുന്ന ബുദ്ധിയിലാണ് നമ്മളെ കുട്ടികളുള്ളത്. ദേ ഹാവ് 1800 cubic centimeters ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി. അതും കൊണ്ട് നമ്മളെ കുട്ടികൾ ജീവിക്കുന്നത്.